നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. അമ്മയ്ക്കൊരുമ്മ പദ്ധതി ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിരിക്കുകയാണ്. അമ്മയ്ക്കൊരു ഉമ്മ നൽകിക്കൊണ്ട് സജി ചെറിയാനാണ് ഇപ്പോൾ ഓൺ എയറിൽ കയറിയിരിക്കുന്നത്. കടപ്പുറം തങ്കമണി എന്നും ആൾദൈവം എന്നും ഒക്കെ തന്നെ പറഞ്ഞ് കളിയാക്കിയ ഒരു നാൾ മാതാ അമൃതാനന്ദമയിക്കുണ്ടായിരുന്നു. അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ അമ്മാക്കി ജയ് വിളിച്ചുകൊണ്ട് തൊണ്ട പൊട്ടിയ സ്റ്റേജിലേക്ക് വരുന്നത്. 72ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നടത്തിയ മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ നടത്തിയ വമ്പിച്ച ആഘോഷത്തിൽ സംസ്ഥാന സർക്കാർ ആദരവ് നൽകിയിരുന്നു. ഇതേ സംസ്ഥാന സർക്കാർ ആകുന്നതിന് മുൻപ് ഇതേ പാർട്ടിക്കാർ തന്നെയാണ് തങ്കമണി അമ്മ, കടപ്പുറം തങ്കമണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്. മാത്രമല്ല, ജോൺ ബ്രിട്ടാസ് മാതാ അമൃതാനന്ദമയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇപ്പോൾ ഇതാ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം വന്നുകൊണ്ട് അദ്ദേഹം മാതാ അമൃതാനന്ദമയ്ക്ക് ഉമ്മ കൊടുക്കുകയും അമൃതാനന്ദമയി തിരിച്ചുമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച. അതായത് ഇവരുടെ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ചോദിച്ച പോലെ ഇതാണോ CPM-ന്റെ സ്ട്രാറ്റജി, ഇതാണോ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള CPM-ന്റെ ഈ സ്ട്രാറ്റജി തന്നെ വീണ്ടും ആവർത്തിക്കാം, ഇതാണോ ഒരു പ്രകടന പത്രിക ഇങ്ങനെ ഇതാണോ? ശ്രീജ, സ്വാമി ശരണം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സ്വാമി ശരണം. പക്ഷെ സ്വാമി ശരണം അയ്യപ്പ എന്ന് പിണറായി വിജയൻ വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ വല്ലാണ്ട് കൊതിച്ചു. പക്ഷെ അത് മാത്രമേ എനിക്ക് കേട്ടില്ല. പക്ഷെ എന്നാലും സജി ചെറിയാൻ്റെ അമ്മയ്ക്കൊരു ഉമ്മ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നലെ എന്ത് ഇതായിരുന്നു ആ സീനൊക്കെ കാണും. പക്ഷെ അതിലെ നിരവധി പേരുടെ കമൻറ്റുകൾ എനിക്ക് ഭയങ്കരമായിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാരാണ് ഇത്രയും ഞങ്ങളുടെ നേതാക്കന്മാർ അധപ്പതിച്ചോ എന്ന് ഉൾപ്പെടെ പബ്ലിക്കായിട്ട് ചോദിക്കുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കും. ഒരുപക്ഷെ ഇതൊക്കെ ഒരുപക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഒരുപക്ഷെ വിശകലനം ചെയ്യും. പക്ഷേ അതിന് മറൊരു വശമുണ്ട് ശ്രീജ. നമ്മുടെ പിണറായി വിജയൻ ഇരട്ടച്ചങ്കൻ എന്ന രാഷ്ട്രീയത്തിൻ്റെ കുലപതി, രാഷ്ട്രീയത്തിൻ്റെ തന്ത്രജ്ഞൻ എന്ന് തന്നെ വേണം. ഇത് വല്ലാത്തൊരു തന്ത്രമാണ് ഇപ്പോൾ LDF ഇപ്പോൾ പ്രയോഗിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ. നമ്മൾ പതിവിലും വിപരീതമായിട്ടുള്ള പല തന്ത്രങ്ങൾ നമുക്കിപ്പോൾ CPM-ൽ നിന്ന് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു രസകരമായിട്ട് തോന്നുന്നു. പക്ഷെ അല്ല, ഇതിൽ പല രാഷ്ട്രീയ കളികളാണ്. നമുക്കത് ചിന്തിക്കേണ്ടതിനും ആ ഒരു ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു തന്ത്രം എന്താണെന്നുള്ള ആദ്യം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഈ ഒരു ഉമ്മ വെറും ഒരു ഉമ്മയല്ല, അത് ഒന്നാന്തരം ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, 2026-ൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF-ന്, കോൺഗ്രസിന് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കാരണം ഇത്തവണ കൂടി കോൺഗ്രസ് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക തന്നെ ചെയ്യും. കാരണം ഇവരുടെ ഈ ഇതിനകത്തുള്ള കൂട്ടപ്പോരും കൂട്ടത്തല്ലും ഒരു പക്ഷെ അതിലേക്കാണ് ഇപ്പോൾ അവരെ നയിക്കുന്നത്. ജനം എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു പൊക്കി ജയിപ്പിക്കാൻ തന്നെ കോൺഗ്രസിനെ ശ്രമിക്കുകയാണ്. ഇന്നലെ ഞാൻ വലിയ രസകരമായിട്ടുള്ള ഒരു പ്രസ്താവന അഡ്വക്കേറ്റ് ജയശങ്കർ, നമുക്കറിയാലോ ഡിബേറ്റിലൊക്കെ നിരവധി ഡിബേറ്റുകൾ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു സംഗതിയുണ്ട്. കോൺഗ്രസ്സുകാർ വെറുതെ ഒന്ന് വീട്ടിൽ ഇരുന്ന് കൊടുത്താൽ മതി, വായൊന്ന് പൂട്ടി വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, ജനം ജയിപ്പിക്കുക. അത്രയ്ക്ക് ഒരു പിണറായി വിരോധം ജനങ്ങൾക്കുണ്ട്. അതുപോലും മനസ്സിലാക്കാതാണ് കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ആരെന്നുള്ള രീതി. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ 2026 കോൺഗ്രസിന് വളരെ നിർണായകമാണ്. ഇനി ഇത്തവണ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനം ജയിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടും ഒന്ന് ജയിക്ക് നേതാക്കന്മാരെ എന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അടിപതറി കോൺഗ്രസ് കേരളത്തിൽ നിന്ന് തീർന്നു എന്നതാണ് അർത്ഥം. അത് ഒരു പക്ഷേ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ അറിയാം. അവർ കേരളത്തിൽ എന്തുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കേരളത്തിൽ BJP ചുവടുവയ്ക്കും. അതിന്റെ തന്ത്രം ഇങ്ങനെയാണ്. ഇപ്പൊ നിലവിൽ കോൺഗ്രസിന് 22 സീറ്റുകളാണുള്ളത്. 2021-ൽ 21 സീറ്റാണോ, ഒന്ന് PV അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആര്യാടൻ ഷൗക്കത്ത് അതിൽ വിജയിച്ചു. അങ്ങനെ 22 സീറ്റുകളാണ് നിലവിൽ കോൺഗ്രസിനുള്ളത്. ഒരു പക്ഷേ 2021-ൽ പുതുപ്പള്ളിയും ഈ പറഞ്ഞോണം തൃക്കാക്കര അവർക്ക് അതുപോലെ തന്നെ നിലനിർത്താൻ സാധിച്ചു എന്നത് മാത്രമേ ഉള്ളൂ ഒരു ഗുണമായിട്ടുള്ളത്. അല്ലാതെ മുച്ചൂട് അപ്പാടെ അടിമുടി തെറ്റി എന്ന് തന്നെ പറഞ്ഞാൽ അങ്ങനെയാണ് 22 സീറ്റിൽ നിൽക്കുന്നത്. ഇനി നിലമ്പൂരിൽ PV അൻവർ, നമുക്കറിയാം ആര്യാടൻ മുഹമ്മദിന്റെ ഒരു കോട്ട തന്നെയായിരുന്നു നിലമ്പൂർ. അവിടെയാണ് PV അൻവറിനെ LDF നിർത്തി അങ്ങനെ ജയിപ്പിച്ച് LDF-ന് ഒരു സീറ്റ് കിട്ടിയത്. പക്ഷെ PV അൻവർ LDF-മായി തെറ്റി, കഥകളെല്ലാം അറിയാലോ, പ്രേക്ഷകർക്കും അറിയാം. അങ്ങനെ അവസാനം ഇപ്പോൾ വീണ്ടും ഒരു സീറ്റ് ഇവർക്ക് കിട്ടി. അത് കൂടാതെ പാലക്കാട് ഷാഫി ആയിരുന്നു. ഷാഫി ഈ ശ്രീധരനുമായിരുന്നു അന്ന് ജയിച്ചത്. എനിക്കൊന്ന് 3859 വോട്ടിനാണ് ഷാഫി അന്ന് ജയിച്ചത്. ഭയങ്കര ഒരു വല്ലാത്ത മത്സരമായിരുന്നു. ഈ ശ്രീധരനെ തോൽപ്പിച്ചുകൊണ്ട്. അപ്പൊ ഷാഫി ജയിക്കുമോ ഇല്ല, ഇങ്ങനെ വല്ലാത്തൊരു രീതി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അങ്ങനെയാണ് ഷാഫി അതിൽ കയറി വന്നത്. പക്ഷെ ഷാഫി പിന്നീട്
പിന്നീട് വടകരയിൽ MP ആയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവിടെ ആരെ കൊണ്ടുവന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്നു. അതിപ്പോൾ അതിനേക്കാളും വല്ലാത്തൊരവസ്ഥയിലാണ് രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിൽക്കുന്നത്. ആ സീറ്റ് ഇനി എത്തരത്തിൽ പോകുമെന്നുള്ളത് അവർക്ക് ഒരു സംശയാസ്പദമായി. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ 22 സീറ്റിൽ നിലനിൽക്കുന്ന UDF ഇനി 2026 അതിൽ എത്ര ഭൂരിപക്ഷം കിട്ടിയാൽ, എത്ര സീറ്റുകൾ കിട്ടിയാൽ കേരളം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കും. ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഞാൻ ഈ 4 ജില്ലകളുടെ പേര് പറഞ്ഞതിന് കാരണം എന്താണോ? NSSലെ സുകുമാരൻ നായരുടെ പുതിയൊരു വെളിപ്പെടുത്തൽ. ഈ 4 ജില്ലകളിലാണ് നായേഴ്സിന്റെ വോട്ട് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം NSSന്റെ സുകുമാരൻ നായർ എന്തുകൊണ്ടാണ് ഒരു LDF ചാഞ്ചാട്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ ശരിക്കും കൃത്യമായിട്ട് LDFന് അറിയാം ഏതൊക്കെ ജില്ലകൾ എങ്ങനെ പിടിക്കണം എന്നുള്ളത്. ഇപ്പൊ സുകുമാരൻ നായർ പറഞ്ഞ NSSലെ ആൾക്കാർ കേൾക്കും, അല്ലെങ്കിൽ കരയോഗത്തിന് മിക്ക ആൾക്കാർ ഇപ്പോൾ എതിർപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ NSSന്റെ ഒരു പ്രതിനിധിയാണ് സുകുമാരൻ നായർ. സുകുമാരൻ നായരിനെ അങ്ങനെ നമുക്ക് വെറുതെ തള്ളിക്കളയാൻ പറ്റാത്ത LDF സ്നേഹവുമായി ബന്ധപ്പെട്ട്, സുകുമാരൻ നായരുടെ LDF സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു. അത് കുറച്ച് ദീർഘമായ പോസ്റ്റാണ്, എന്നാലും ചുരുക്കി ഒന്ന് വായിക്കാം. സുകുമാരൻ നായർ കട്ടപ്പയായി സമുദായത്തെ ചതിച്ചതിന്റെ പിന്നിലെ രഹസ്യം സ്വന്തം മകളും മരുമകനും കുടുംബവും നാറാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അതായത് ഈ മകൻ, അതായത് 17 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങി എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് NSSന്റെ എല്ലാ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ധനലക്ഷ്മി ബാങ്കിൽ വരികയും ഈ ധനലക്ഷ്മി ബാങ്കിലെ പിന്നീട് ഓഡിറ്റ് നടക്കുകയും ചെയ്തപ്പോൾ ഇയാളുടെ ഈ മരുമകന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വ്യാജമാണെന്ന് മനസ്സിലാക്കുകയും ഈ ബാങ്ക് വിട്ടു പോകണമെന്നും ഏകദേശം 17 വർഷമായി ബാങ്കിലെ വഞ്ചിച്ച് ശമ്പളമായി വാങ്ങിയ ഇനത്തിൽ 3.5 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നൊരു നോട്ടീസ് വന്നിരുന്നു. എന്നാൽ ഇവിടെയാണ് LDF കളിക്കുകയും പത്തനംതിട്ടയിലുള്ള, അതായത് ശബരിമലയുടെ മിക്ക അക്കൗണ്ടും ഇവിടെയാണുള്ളത്. അപ്പോൾ ആ വലിയൊരു അക്കൗണ്ട് മാറ്റുമെന്ന ഭീഷണിയെ തുടർന്നാണ് ആ ഒരു നോട്ടീസ് പിൻവലിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മരുമകനെ രക്ഷിച്ചെടുത്തതിന്റെ ഒരു പറഞ്ഞു. മരുമകന്റെ കാര്യം മാത്രമല്ല ശ്രീജ, അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ 4 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അതിൽ 37 മണ്ഡലങ്ങളിൽ 4 സീറ്റാണ് UDFന് കഴിഞ്ഞ തവണ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 37 മണ്ഡലങ്ങളിലെ 4 സീറ്റ് ബാക്കിയെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇനി മുസ്ലിം ലീഗ് 15 സീറ്റാണ് നിലവിലുള്ളത്. ഒരു പക്ഷേ ഇത്തവണ അവർ മത്സരിക്കുമ്പോൾ 20 സീറ്റ് അവർ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി ടോട്ടൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 50 സീറ്റിന് മുകളിൽ UDFന് കിട്ടണം. ഇനി NSSന്റെ കാര്യത്തിലേക്ക്, അതിലാണ് ഞാൻ പറഞ്ഞത് ശ്രീജ, സുകുമാരൻ നായർ ഒരു വെറും സുകുമാരൻ നായർ അല്ല. കാരണം അതിൽ 5400 കരയോഗങ്ങളുണ്ട്. ഈ 5400 കരയോഗങ്ങളിൽ 12 ലക്ഷം അംഗങ്ങളാണുള്ളത്. ഈ 12 ലക്ഷം അംഗങ്ങളെ 2500 പേരും അതായത് 12 ലക്ഷത്തിലെ 5400 കരയോഗങ്ങളിലെ 2500 പേര് BJP പിന്തുണ നൽകുന്നവരാണ്. അതായത് 50% പേര്, 50% ആൾക്കാർ BJPക്ക് പിന്തുണയുള്ളവരാണ്. 50% നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നത്. അതിൽ 300 പ്രതിനിധികളാണ്. അതായത് ഈ 300 പേര് ചേർന്നുള്ള കൂടിയ ആലോചനയുടെ ഭാഗമായിട്ടാണ് സുകുമാരൻ നായരുടെ ഒരു സ്ഥാനം നിലനിൽക്കുന്നത്. അപ്പൊ ഈ 300ൽ 250 പേര് എന്താണെന്നറിയോ? 250 പേരും NSSന്റെ നിരവധി സ്ഥാപനങ്ങളിലും ഒക്കെ സുകുമാരൻ നായരുടെ ഇതില് ജോലി ഇപ്പോൾ കിട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ ആരുടെ പിന്തുണയുണ്ട്? 250 പേരും അവർ പറയുന്നവരുടെ. അപ്പൊ സുകുമാരൻ നായർ ഒരു വെറും സുകുമാരൻ നായർ അല്ല. അപ്പൊ 12 ലക്ഷം നായന്മാരുള്ളതില് പക്ഷെ അതിന്റെ മെയിൻ ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു പ്രധാന കാര്യങ്ങൾ ആരുടെ കൈകളിലുണ്ട്? സുകുമാരൻ നായർ. ഇനി സുകുമാരൻ നായർ LDFനെ അത് ചതിച്ചു, അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ വാക്കുകൾ NSSോ അല്ലെങ്കിൽ ഈ പറയുന്നോണം നായന്മാരോ കേട്ടില്ലെങ്കിൽ പോലും LDFന് കുഴപ്പമില്ല. പക്ഷേ അതേപോലെ തന്നെ SNDP വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കേൾക്കാത്ത ഈഴവരാണെങ്കിലും അത് ഒരു വിഷയം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ NSSലെ സുകുമാരൻ നായർ പറയുന്നതിനേക്കാളും ഈ SNDPയിലെ ഈ പറയുന്ന വെള്ളാപ്പള്ളി പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ മാതാ അമൃതാനന്ദമായി പറയുമ്പോൾ അവരുടെ ഭക്തർ കേൾക്കാനുള്ള സാധ്യത വളരെ അതുണ്ട്. അത് തീർച്ചയായും അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഒരു വിശ്വാസികളെ കയ്യിലെടുക്കുക എന്നുള്ള ഒരു തന്ത്രം, പിണറായി തന്ത്രമാണ്. വിശ്വാസികളുടെ കൂടെയുണ്ട്, അതിന്റെ പ്രതിനിധികൾ ദാ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ എന്ന് കാണിച്ചുകൊണ്ട് ഒരു പക്ഷെ അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന ഇവരെയൊക്കെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെയും മാതാ അമൃതാനന്ദമരെയൊക്കെ അനുകൂലിക്കുന്ന അവരുടെ വാക്കുകൾ കേൾക്കുന്ന ആൾക്കാരുടെ വോട്ടുകൾ കിട്ടും. ഇനി കിട്ടാതിരുന്നാലും ഞങ്ങൾ വിശ്വാസികളോട് ഒപ്പമാണ് എന്ന് പിണറായിക്ക് സമൂഹത്തിന് മുമ്പിൽ ഒരു പൊതു ധാരണ ഉണ്ടാക്കണം. അത് അവർ ഏകദേശം 90% വിജയിച്ചിരിക്കുകയാണ്. ഇന്നലെ മാതാ അമൃതാനന്ദമയ്യയുടെ മുമ്പിൽ സജി ചെറിയൻ ഇങ്ങനെ മുട്ടുമടക്കി ഉമ്മ കൊടുത്തപ്പോഴേ ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ്. അതിൽ അവർ 90% ആ ഒരു സ്ട്രാറ്റജിയിൽ, ശ്രീജ പറഞ്ഞ സ്ട്രാറ്റജിയിൽ അവർ
വിജയിച്ചിരിക്കും. ഇനി ഇതിൽ ഏറ്റവും അധികം ഒരു കള്ളനാരാണെന്നറിയോ? ഇതില് മിണ്ടാതിരിക്കുന്ന ഒരു കള്ളനുണ്ട്, BJP ആണത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതാണ് NSSഉം SNDP ഒന്നും എന്തുകൊണ്ട് BJPയുടെ സൈഡിലേക്ക് ചേരുന്നില്ല എന്നുള്ളത്. അവരെന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഇന്നലെ മുരളീധരൻ ഉൾപ്പെടെ ഇത് വെള്ളാപ്പള്ളി പോയി കണ്ടു. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയം വേറെ ആശയം വേറെ എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞെങ്കിലും ആ ഒരു ചിരിയിൽ നമുക്കെല്ലാം വ്യക്തമാകുന്നുണ്ട്. ശരിക്കും മുരളീധരൻ വെള്ളാപ്പള്ളിയോട് നിങ്ങൾ കണ്ടിന്യൂ, LDFന് സപ്പോർട്ട് കണ്ടിന്യൂ എന്നുള്ളൊരു മുഖം ചിത്രമാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് BJP LDFന് ഒരു പിന്തുണ, അതായത് NSSനെ SNDP ഒക്കെ വെച്ചുകൊണ്ട് അവർ ജയിക്കട്ടെ അല്ലെ അവർക്ക് വോട്ട് കൊടുത്തു എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് അറിയുമോ? അതിലൊരു സ്ട്രാറ്റജി ഉണ്ട്. കാരണം നമുക്കറിയാം BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നല്ലൊരു, അതായത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം BJPക്കായിരുന്നു, 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം. അപ്പോൾ BJP കുതിച്ച് കയറി വരികയാണ്. അവർക്ക് ഇനി ഒരു പ്രതിപക്ഷ സ്ഥാനം, അതായത് 2026 ഒരു 31 ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ്. അതിന് LDF ജയിക്കണം. LDF ജയിക്കുകയാണെങ്കിൽ ഈ ഹിന്ദു വിശ്വാസ വോട്ടുകളുടെ ഒരു ഭൂരിഭാഗം LDFന് വന്നു ചേരും. അത് ഡിവൈഡായി പോവുകയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ, സ്വാഭാവികമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു അത് നമുക്കറിയാം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF പിന്നോക്കം വലിച്ചപ്പോൾ തന്നെ, അതായത് LDFിലോട്ട് മാണി വിഭാഗം മറുകണ്ടം ചാടിയപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഭൂരിഭാഗം ഇത് ആർക്ക് വന്നു ചേർന്നു? LDFന് വന്നു ചേർന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം BJPക്ക്, അത് ഹിന്ദു വോട്ടിൻ്റെ ഒരു ഭാഗം BJPക്ക്. അപ്പോൾ LDF BJP ഒരു തന്ത്രം അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ BJP എവിടേക്ക് പോകും? 2031 ആകുമ്പോഴത്തേനും പ്രതിപക്ഷത്തേക്ക് പോകും. 2036 ആകുമ്പോൾ എവിടെ വരും? ഭരണപക്ഷത്തെത്തും. ഇത് BJP തന്ത്രമാണ്. അപ്പോൾ എവിടെയാണ് കേരള രാഷ്ട്രീയത്തിൽ ആര് മൊത്തം തേഞ്ഞു മാഞ്ഞു പോകും? UDF അല്ലെങ്കിൽ കോൺഗ്രസും UDF ഇല്ലാണ്ടാവും. അപ്പോൾ ഇത് BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം. നമുക്കറിയാം, വെറും 2 സീറ്റിൽ കയറി വന്ന ഇന്ന് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അവരുടെ തന്ത്രം ചില്ലറ തന്ത്രമല്ല. രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് ഇറക്കിയപ്പോൾ എല്ലാവരും ചോദിച്ചു, ഈ മനുഷ്യന് മലയാളം പോലും അറിയാത്ത, അത് വെറും ഇതല്ല, അതാണ് അദ്ദേഹം എന്താണ് ഒരു കോർപ്പറേറ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ഒന്നാം തരം ബിസിനസ് കച്ചവടക്കാരൻ എന്ന് തന്നെ പറയാം. ആ കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ തന്ത്രങ്ങളും കൂടിക്കലർത്തിയ മൈൻഡാണ് ഇവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ മോദി വെറും മോദിയൊന്നുമല്ല, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ, ഒരു യഥാർത്ഥ തന്ത്രജ്ഞന്റെ നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP വളരുന്നത്. ചെറുതിൽ നിന്ന് ചിലതിനെ പൊക്കിയടിച്ച് ചിലതിനെ മർത്തിയടിച്ച് വിജയിക്കാനുള്ള. ഇപ്പോൾ LDFന് പിന്നെ LDF BJP ഒരു കൂട്ടുതന്ത്രമായി മാറുകയാണ് ചെയ്യുന്നത്. LDF പ്രതിപക്ഷം വരുന്നു, BJP ഭരണപക്ഷം വരുന്നു. അത് തിരിച്ചു മറിച്ചും വരും. ഒരു പക്ഷേ UDF ഇല്ലായ്മ ചെയ്യും. വീണ്ടും ഇന്ത്യ സഖ്യം കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. വീണ്ടും ഒരു ബംഗാൾ, അതായത് 2 തവണയും കൂടി ഇനി ഒരു പിണറായി വിജയൻ കേരളം ഭരിച്ച ഒരു ബംഗാൾ മാതൃകയാവും. അതോടെ ജനം മൊത്തത്തിൽ ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് വരും? സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെയും കൊണ്ട് കഴിവില്ല, കോൺഗ്രസിനെയും കൊണ്ട് ഒരു രക്ഷയുമില്ല, ഇവർക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? BJP എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് കൊണ്ടുവരണമെന്ന്. എന്നാൽ പിന്നെ അവർ കയറി വരട്ടെ എന്നുള്ളത് ജനത്തിനുണ്ടാവും. ഇത് ഒരു കാരണവശാലും ഒരുപക്ഷെ മലയാളികൾ BJPയെ വളരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞെടുത്താണ് BJP തൃശ്ശൂരും നിരവധി സീറ്റുകളും പിടിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നല്ലൊരു വോട്ട് വിഹിതം, രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഏകദേശം 30% വോട്ട് വിഹിതം, അതായത് അവർ 30% വർദ്ധിപ്പിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും അവർ നേടും. അവർക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു അജണ്ടയുണ്ട്. കോൺഗ്രസിന് അതിൽ ഇപ്പോഴും തമ്മിലടിയും കുത്തിത്തല്ലും. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ മാതാമൃതാന്റെ മയ്യയുടെ മുമ്പിൽ സജി ചെറിയൻ കുമ്പിട്ടെന്ന്, എന്നിട്ട് അമ്മ ഒരു ഉമ്മ കൊടുത്തിട്ട് തിരിച്ചൊരു ഉമ്മയും കൂടെ അമ്മയ്ക്ക് കൊടുത്തു? കാരണം എന്താണെന്നുള്ള ഇപ്പം പിടികിട്ടിയോ? ആ മാതാമൃതാന്റെ മൈ എന്ന് പറയുന്നത് ഒരു പക്ഷെ അവരൊരു ആൾദൈവമാണെങ്കിലും നിരവധി നല്ല നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നാലും ഒരു മെഡിക്കൽ, തീർച്ചയായിട്ടും ഒരുപാട് നന്മ. അതുകൊണ്ടായിരിക്കും ലോകരെല്ലാം അവരെ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ അവരെ പ്രസംഗിക്കാനും ഒക്കെ വിളിച്ചത് ഒരു ഭാഗം. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു ആൾദൈവം എന്നുള്ളൊരു രൂപമാണ് അവർക്ക് സമൂഹം നൽകുന്നത്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വാദം ഉന്നയിച്ച, ഒരു യുക്തിയോടുള്ള ഒരു വാദം ഉന്നയിച്ച അത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറം അവർ ചെയ്ത കുറേ നന്മ പ്രവൃത്തികൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിലൂടെ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് LDFന് വന്നിരിക്കുന്നത്. മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു ആൾദൈവമാണെങ്കിൽ അതിലൊരു പ്രത്യേകത ഉണ്ട്. ശ്രീജ പറഞ്ഞതുപോലെ അവർ പറഞ്ഞ SNDPയോ സുകുമാരൻ നായരോ പറഞ്ഞാൽ കേൾക്കാത്ത, വെള്ളാപ്പള്ളിയോ പറഞ്ഞാൽ കേൾക്കാത്തത് ഒരുപക്ഷെ മാതാ അമൃതാനന്ദമയി തൻ്റെ വിശ്വാസികൾ, ഹിന്ദുമത വിശ്വാസികളുണ്ട്, ക്രിസ്ത്യൻ മത വിശ്വാസികളുണ്ട്, അവിടെ എല്ലാ വിശ്വാസികളും വന്നെത്തുന്നുണ്ട്.
പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അനുസരിക്കുക. അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതിൽ LDF വിജയിച്ചു. എവിടെയാണ് തോറ്റത്? UDF ആണ് ഇവിടെ തോറ്റ് കിടക്കുന്നത്. അവർ ഇനിയും ഉണർത്തെഴുന്നേറ്റില്ലേ, സ്വന്തം നേതാക്കന്മാരെ സ്ത്രീയുടെ നൂലിൽ വലിച്ചു കെട്ടി അല്ലെങ്കിൽ തുമ്പിൽ വലിച്ചു കെട്ടിക്കൊണ്ട് അവരെ വലിച്ചഴയ്ക്കുന്ന സ്വന്തം നേതാക്കന്മാരെ വലിച്ചഴിച്ച് സ്വന്തം വസ്ത്രം അത് വലിച്ചൂരി നഗ്നമാക്കുന്ന തരത്തിൽ ഇവർ നിൽക്കുമ്പോൾ, നഗ്നതയേറിയ ഭ്രാന്തമായ നിങ്ങളെ ആരും സ്നേഹിക്കുക അല്ലെങ്കിൽ ആരും വോട്ട് ചെയ്യുകയോ ചെയ്യില്ല. ഭ്രാന്തനായ നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മത്സരിപ്പിച്ച് ഞങ്ങളുടെ സംസ്ഥാനം ഭരിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവന്ന തരത്തില്ല. ഇപ്പോഴും ജനത്തിന് ഒരു വികാരമുണ്ട്, നിങ്ങളൊന്ന് വന്നു കയറുന്നുള്ളൂ. പക്ഷെ അത് നഷ്ടപ്പെടുത്തിയത് ഇവർ തന്നെയാണ്. ഇനി പെട്ടെന്നാണ് ഒരു വിശ്വാസത്തിലേക്ക് പിണറായി വന്നത്, ഒരു വിശ്വാസിയായി ഭക്തനായി മാറി. ഇത് നമ്മൾ ഇത്തരത്തിൽ ഒരു പിണറായി തന്ത്രം വിജയിക്കുമെന്ന് നമ്മൾ പറയുമ്പോഴും മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കുക, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഇനി പിണറായിക്ക് അനുകൂലമായിട്ട് നിൽക്കത്തില്ല. കാരണം അതൊരു വേറൊരു രീതിയിലോട്ട് തലത്തിലോട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൊണ്ടുപോയ ആദ്യത്തെ ഒരു വൃത്തികെട്ട ഒരു ഭരണമായിട്ട് ഇദ്ദേഹത്തെ മുദ്രകുത്തപ്പെടുകയാണ്. കാരണം കമ്മ്യൂണിസം എന്നുള്ള ഒരു വാക്കിനെ തന്നെ വിലമതിക്കാനാവാത്ത തരത്തിൽ, അതിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഭരണം കൊണ്ടുപോയി എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഉള്ളിലെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും. പലരും ഇപ്പോൾ പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന ജനം ഒരുപക്ഷെ ഒന്ന് UDF ഒന്ന് അണിനിരക്കൂ, നിങ്ങൾക്ക് ഉണരൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന, ഇനി വേണ്ട ഇവര് എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് വോട്ട് കുത്തി. അതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. വെറുതെ ഒന്ന് വീട്ടിൽ കുത്തിയിരുന്നാൽ മതി, വായും പൂട്ടി, നിങ്ങൾ ഒന്നും പ്രവർത്തിക്കേണ്ട, നിങ്ങൾക്ക് വോട്ട് തരാൻ അവര് സന്നദ്ധരായിരിക്കും. ഇനിയെങ്കിലും അത് കോൺഗ്രസ് മനസ്സിലാക്കി ഇനിയെങ്കിലും ഏകോപനത്തോടെ ഏകീകരണത്തോടെ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധപതനമാണ്. കേന്ദ്രത്തിൽ ഇപ്പോൾ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അത് അതിവിദൂരമല്ല. തീർച്ചയായിട്ടും. അതായത് ഉണരു ഉപഭോക്താവ് ഉണരു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവരിവിടെ NSSനെയും അതുപോലെ തന്നെ SNDPയും അമ്മയും ഒക്കെ തന്നെ കയ്യിലെടുത്ത് കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് സാധാരണക്കാരായ ജനങ്ങൾ പ്രതിപക്ഷത്തിനോട് ചോദിക്കുന്നത്. ഇതൊന്നും വെറും സ്ട്രാറ്റജി ആയിട്ട് തള്ളിക്കളയാനും കഴിയില്ല, അല്ലെങ്കിൽ ഈ തമാശ പറഞ്ഞ് തള്ളിക്കളയാനും കഴിയില്ല. കാരണം അമൃത TV ഒക്കെ വലിയൊരു കവറേജ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷമേ ഉണരുക എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നമസ്കാരം.